അല്ല ഇന്നലെ ഇപ്പോൾ കേരളത്തിൽ മെസ്സി വരും അർജൻറ്റീന ടീം കളിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രചരണം നടന്നിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിനെ ചുറ്റിപ്പറ്റി കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ വലിയ പ്രചരണം നടന്നു. കേരളത്തിലെ കായിക പ്രേമികൾക്ക് വലിയ ഒരു പ്രതീക്ഷ കൊടുത്തൊരു പ്രചരണമാണ്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ടിക്കറ്റ് വിൽപ്പന, പണപ്പിരിവ്, അങ്ങനെ പലതും കേട്ടു. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു, അങ്ങനെ അതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന വിവരങ്ങളനുസരിച്ചിട്ട് മെസ്സി വരില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഇപ്പോൾ കായിക മന്ത്രി അബ്ദുറഹിമാനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, നിൻ്റെ ഒന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയലല്ല എൻ്റെ പണിയെന്ന്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, ഈ പൗരന്മാർക്ക് മന്ത്രിയോട് ചോദിക്കണം. കാരണം മന്ത്രിയാണ് മറുപടി പറയേണ്ടത്. നമുക്ക് ആൻഡോ അഗസ്റ്റിൻ്റെ മറുപടി വേണ്ട, നമുക്ക് ഏതെങ്കിലും ചാനൽ മാധ്യമ സ്ഥാപനത്തിൻ്റെ മുതലാളിയുടെ മറുപടിയല്ല. കേരളത്തിലെ പൊതുജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യതയുള്ളത്, ഉത്തരവാദിത്തമുള്ളത് അബ്ദുറഹിമാൻ എന്ന കായിക മന്ത്രിയാണ്, ഈ സർക്കാരാണ്. എന്ത് വിശ്വാസ്യതയുടെ പുറത്താണ് ഈ ആൻഡോ അഗസ്റ്റിനെ ഇതിൻ്റെ സ്പോൺസറായിട്ട് ചുമതലപ്പെടുത്തിയത്? ഏതെങ്കിലും ഒരു കരാറ് GCDAയും സംസ്ഥാന സർക്കാരും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കരാറിൽ ആൻഡോ അഗസ്റ്റിനെ ഏർപ്പെട്ടിട്ടുണ്ടോ? ഏത് തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കലൂർ സ്റ്റേഡിയം, GCDAയുടെ അധികാരത്തിലിരിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനും അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ആൻഡോ അഗസ്റ്റിനെ ചുമതലപ്പെടുത്തി? ഏത് കരാറിൻ്റെ ബലത്തിലാണ്? ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രചരണമൊക്കെ നടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രദേശത്ത് മറ്റ് പല ഇവൻറ്റുകൾക്കും വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ലോങ് ടൈം വാടകകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നഷ്ടം ആരാണ് നികത്തുന്നത്? അതിനപ്പുറത്ത് വയനാട്ടിൽ കേരള പോലീസിൻ്റെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 251/21, എൻ്റെ ഓർമ്മ ശരിയാണ്, 251/21 പ്രകാരമുള്ള മുട്ടിൽ മരമുറി കേസ്, അതിനോടനുബന്ധിച്ചും മറ്റ് 8 കേസുകളിലും കൂടി, അങ്ങനെ മൊത്തം 9 കേസുകളിൽ വഞ്ചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ആ വ്യാജരേഖ ഉപയോഗിച്ചിട്ട് മറ്റേ തെറ്റിദ്ധരിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ PDPP ആക്ട് അടക്കം ഉള്ള കേസിൽ, വകുപ്പുകൾ പ്രകാരം കേസിൽ പ്രതിയായിട്ടുള്ള 3-ാം പ്രതിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനെ സംസ്ഥാന സർക്കാർ കണ്ട വിശ്വാസ്യത എന്താണ്? ഈ സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മന്ത്രിയോ കായിക വകുപ്പോ അർജൻറ്റീന ടീമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെസ്സിയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഇതിനൊക്കെ മറുപടി കിട്ടണം. ഇതിന് മറുപടി ചോദിക്കുമ്പോൾ നിൻ്റെ ഒന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയലല്ല എൻ്റെ പണിയെന്ന് മന്ത്രി പറഞ്ഞാൽ അത് ആ ദാഷ്ട്യം കയ്യിൽ വെച്ചാൽ മതി. കാരണം പൊതുസമൂഹത്തിൽ നിന്ന് പിടിക്കുന്ന ഖജനാവിൽ നിന്നുള്ള പണം കൊണ്ട് ശമ്പളം പറ്റുന്ന മന്ത്രിമാർ മറുപടി പറയണം. ശമ്പളം പറ്റുന്നത് മാത്രമല്ല, നമ്മളെ പറ്റിക്കുകയും കൂടിയാണ് ഇവരുടെ പണിയെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. ആൻഡോ അഗസ്റ്റിനെ എങ്ങനെ സ്പോൺസറായി കണ്ടെത്തി? എന്തായിരുന്നു ഇയാളുടെ വിശ്വാസ്യത? സമാന താല്പര്യമുള്ള മറ്റാളുകളുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അങ്ങനെ ഒരു ഓപ്പൺ ടെൻഡറിലൂടെയാണോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അങ്ങനെയാണോ വന്നത്? ഇനി അതിനപ്പുറത്ത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തോ ആയിരിക്കുന്ന സമയത്താണ് ഈ വിവാദ ഉത്തരവുണ്ടാകുന്നത്. ആ വിവാദ ഉത്തരവിൻ്റെ മറ പറ്റിക്കൊണ്ടാണ് മുട്ടിൽ മരമുറി തട്ടിപ്പ് നടക്കുന്നത്. ശതകോടികളുടെ 500 വർഷത്തിലധികം പഴക്കമുള്ള അടക്കം മുറിച്ചു വിറ്റ് പണം ആർജിച്ചതിൽ നിന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് PRD വകുപ്പിൻ്റെ സെമിനാറിൽ പങ്കെടുത്ത് ക്ലാസ് എടുത്തു കൊടുത്ത് റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ സംസ്ഥാന സർക്കാരിൻ്റെ PR ഏജൻസിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ 9 കേസിൽ ഇതേ പോലീസിൻ്റെ കേസിൽ പ്രതിയായിട്ടിരിക്കുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത കളയുന്ന രീതിയിൽ കലൂർ സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി ചെക്ക് നടത്താൻ ഇയാൾക്ക് ആര് അനുമതി കൊടുത്തു? GCDAയ്ക്ക് വന്ന നഷ്ടത്തിന് ഉത്തരവാദി ആരാണ്? GCDAയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇയാൾ ആരാണ്? ഏതെങ്കിലും രീതിയിലുള്ള കരാറുണ്ടോ? ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണ്? എങ്കിൽ ആ കരാറ് വ്യവസ്ഥകളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെളിവാക്കാൻ GCDAയും സംസ്ഥാന കായിക വകുപ്പും തയ്യാറാകുമോ? ഈ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചു നടക്കാൻ പറ്റില്ല. GCDA ഉത്തരം പറയണം, സംസ്ഥാന കായിക വകുപ്പ് ഉത്തരം പറയണം, മന്ത്രി ഉത്തരം പറയണം. കാരണം നമ്മൾ നികുതി കൊടുക്കുന്ന ആൻഡോ അഗസ്റ്റിനല്ല. ആൻഡോ അഗസ്റ്റിൻ മാംഗോ ഫോൺ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതുപോലെ മുട്ടിൽ മരമുറി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ബാങ്ക് ലോൺ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതുപോലെ മറ്റേ വയനാട്ടിൽ ചൂരന്മലയിൽ മണ്ണിടിഞ്ഞ് മരിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവിടെ മറ്റേ ടൗൺഷിപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് PR തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തട്ടിപ്പും നടത്തുന്നുണ്ട്. അതൊക്കെ അയാളുടെ ബിസിനസ് താല്പര്യങ്ങളും അതൊക്കെയാണ്. അത് നിയമം
നിയമത്തിൻ്റെ നീതിയുടെയും പരിധിയിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യം. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ആൻഡോ അഗസ്റ്റിനല്ല, ഞാൻ നികുതി കൊടുക്കുന്ന ആൻഡോ അഗസ്റ്റിനല്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ ആരാധകൻ എന്നുള്ള നിലയ്ക്ക്, മെസ്സി ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എന്നെ പോലുള്ള ലക്ഷക്കണക്കിന് കേരളത്തിലെ അർജൻറ്റീന ഫുട്ബോൾ ക്ലബിൻ്റെ ആരാധകരായിട്ടുള്ള, ഫുട്ബോൾ ടീമിൻ്റെ ആരാധകരായിട്ടുള്ള, മെസ്സി ആരാധകരായിട്ടുള്ള കായിക പ്രേമികളെ വിശ്വാസവഞ്ചന നടത്തി വഞ്ചിച്ച, അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ച ഈ സംസ്ഥാന സർക്കാർ ഉത്തരം പറയണം. ഈ ഉത്തരങ്ങൾ പറയാതെ നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ല എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആ മന്ത്രിയെ ചുമക്കലല്ല നമ്മുടെയും പണി. ഒരു കാര്യം കൂടി, ഇപ്പോൾ അടുത്ത മാർച്ച് മാസം ആ വിൻഡോയിൽ മാത്രമായിരിക്കും ഇനി വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോഴും പറയുന്നത്. അതിലിപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല. പക്ഷേ GCDAയിലെ പണി അത് പാതി വഴിയിൽ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് അവിടെ വരുന്ന ജനങ്ങളാണ്, നമ്മൾ ഓരോരുത്തരും കൂടിയല്ലേ. അതിലിനി എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? അല്ല, അതിൽ അർജൻറ്റീന ടീം ജനാല അടച്ചോ ജനാല തുറന്നോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ പറയുന്നു അർജൻറ്റീന അടുത്ത ജനാല തുറക്കുന്നത് മാർച്ചിലാണെന്നു. ഇത് നമുക്ക് ആൻഡോ അഗസ്റ്റിൻ്റെ മറുപടിയല്ല. യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെയും വനം കൊള്ളക്കാരുടെയും മറുപടിയിലല്ല നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. നമുക്ക് ഉത്തരം കിട്ടേണ്ടത് കായിക വകുപ്പിൻ്റെയും GCDAയുടെയും ഭാഗത്തുനിന്ന്. GCDAയിൽ പാതി വഴിയിൽ അവസാനിപ്പിച്ച ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആര് തുടർന്ന് നടത്തും? ഇതിൻ്റെ ചെലവ് ആര് വഹിക്കും? അത് GCDA ആണോ സംസ്ഥാന കായിക വകുപ്പാണോ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നാണോ പണം ചെലവഴിക്കുന്നത്? അതോ ആൻഡോ അഗസ്റ്റിൻ്റെ സ്വന്തം ചെലവാണോ? ഇനി അങ്ങനെയാണെങ്കിൽ ആൻഡോ അഗസ്റ്റിന് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി? സർക്കാരിനെ മറയാക്കിക്കൊണ്ട് പ്രചരണം നടത്തി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കപ്പെടണം. അപ്പോൾ ഇപ്പോൾ GCDAയുടെ പ്രദേശത്ത് നടത്തുന്ന ഈ അറ്റകുറ്റപ്പണികൾ മൂലം പൊതുസമൂഹത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ, അസൗകര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കപ്പെടണമല്ലോ. മറ്റൊരു ആവശ്യത്തിനും വേണ്ടിയിട്ട് ആ പരിസരം റെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവൻറ്റുകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ നഷ്ടവും പൊതുസമൂഹത്തിനുണ്ടാകുന്ന ബാധ്യതയും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്.